ബർണാബായി ഒരു ആശ്രമത്തിലെ അന്തേവാസിയാണ്. സന്യാസിയാവാൻ ആഗ്രഹമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. എന്നാൽ സ്വന്തമായി സമ്പാദ്യമില്ലാത്തതിനാൽ ആശ്രമത്തിൽ സന്യാസപഠനം നടത്താൻ ആശ്രമാധികാരികൾ അദ്ദേഹത്തെ അനുവദിച്ചില്ല. പകരം ആശ്രമത്തിലെ ജോലികൾ ചെയ്യാൻ ആശ്രമാധിപൻ കൽപ്പിച്ചു. ബർണാബായിക്ക് നന്നായി പന്ത് കളിക്കാൻ അറിയാമായിരുന്നു. വിശ്രമ സമയത്ത് അയാൾ തെരുവിലേക്ക് പന്തുകളുമായി ഇറങ്ങുമായിരുന്നു. ബർണാബായിയുടെ കയ്യിൽ 6 പന്തുകളുണ്ടാവും. അവ ഓരോന്നായി അദ്ദേഹം ആകാശത്തേക്ക് എറിയുമായിരുന്നു. ആകാശത്തേക്ക് എറിയുന്ന പന്തുകൾ തിരിച്ച് ഏതു വഴിക്ക് വന്നാലും ബർണാബായി അത് താഴെ വീഴാതെ തൻ്റെ കൈകളിൽ ഒതുക്കുമായിരുന്നു. ധാരാളം ആളുകൾ ബർണാബായിയുടെ ഈ കളി കാണാൻ വഴിവക്കിൽ ഉണ്ടാകുമായിരുന്നു. അവരാകട്ടെ ധാരാളം നാണയത്തൊട്ടുകൾ അദ്ദേഹത്തിന് എറിഞ്ഞു കൊടുക്കുമായിരുന്നു. അദ്ദേഹമാകട്ടെ അവയെല്ലാം ആശ്രമാധിപനെ ഏൽപ്പിക്കുമായിരുന്നു. തനിക്ക് സന്യാസ പഠനത്തിനുള്ള സമ്പാദ്യം അദ്ദേഹം അങ്ങനെയാണ് കണ്ടെത്തിയിരുന്നതും. പക്ഷേ മഴക്കാലം തുടങ്ങിയാൽ ബർണാബായിക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റില്ലായിരുന്നു. അതിനാൽ അദ്ദേഹം ആശ്രമത്തിലെ ചാപ്പലിനുള്ളിലെ ഉണ്ണിയേശുവിൻ്റെയും കന്യകാമാതാവിൻ്റെയും രൂപത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പാടുമായിരുന്നു: മാതാവേ മാതാവേ, മഴയും മഞ്ഞും പെയ്യരുതേ, മഴയൊരു ശകലം പെയ്താലേ പന്തുകളെല്ലാം വഴുതിപ്പോവും, പന്തുകൾ കിട്ടാതായാലേ തൊട്ടുകൾ കിട്ടാതായിടും, തൊട്ടുകൾ കിട്ടാതായാലോ പട്ടിണിയാവും ബർണാബായി. ഇങ്ങനെ പാടുമ്പോൾ മഴ ശമിക്കുമായിരുന്നു. മഴയുണ്ടായിരുന്ന ഒരു സുദിനം ആശ്രമത്തിലെ ചാപ്പലിനുള്ളിൽ പ്രവേശിച്ച് പന്ത് കളിച്ച് മാതാവിൻ്റെ കയ്യിലെ ഉണ്ണീശോയെ സന്തോഷിപ്പിക്കാമെന്ന് ബർണാബായി കരുതി. അതിനായി അദ്ദേഹം ചാപ്പലിനുള്ളിൽ തന്നെ തൻ്റെ പന്ത് കളി ആരംഭിച്ചു. ഇത് കണ്ട് മറ്റ് സന്യാസിമാർ ബർണാബായിക്ക് ഭ്രാന്ത് പിടിച്ചേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തടയാനായി ഓടിയെടുത്തു. പെട്ടെന്നതാ ചാപ്പലിനുള്ളിൽ വലിയൊരു പ്രകാശം. ഉണ്ണിയേശുവിനെ വഹിച്ച കന്യകാമാതാവിൻ്റെ രൂപം മന്നം ബർണാബായിക്ക് അടുത്തേക്ക് വന്നണഞ്ഞു. അദ്ദേഹത്തെ അനുഗ്രഹിച്ച ശേഷം തിരികെ പഴയ സ്ഥാനത്ത് തന്നെ കാണപ്പെട്ടു. ഇത് കണ്ട് സന്യാസിമാർ ഭയചകിതരായി പുറകോട്ട് മാറി. വീണ്ടും അവർ തിരിച്ചു വന്ന് ബർണാബായിക്ക് ചുറ്റും കൂടി നൃത്തമാടി ഇങ്ങനെ പാടി: ഹാ 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 സന്തോഷം, ഇതുവരെയില്ല സന്തോഷം, കാണാത്തൊരു സന്തോഷം, വല്ലാത്തൊരത്ഭുതവും, ബർണാബായി നീയല്ലോ ഈ ലോകത്തിൻ സമ്പന്നൻ, നിന്നെ കാണാൻ വന്നല്ലോ ഉണ്ണീശോയും മാതാവും. അവരെല്ലാവരും ബർണാബായിയെയും കൂട്ടി ആശ്രമാധിപൻ്റെ അടുത്തെത്തി. ആശ്രമാധിപൻ അദ്ദേഹത്തെ ആശ്രമത്തിലെ ഒരു സന്യാസിയായി സ്വീകരിക്കുകയും ചെയ്തു. കഥ കേട്ടല്ലോ കൂട്ടുകാരെ. ഈ കഥ ഇവിടെ പൂർണ്ണമാവുന്നു.